ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് ചെന്നൈയിലെ ഫിനിക്സ് മോളിലാണ് ഉള്ളത്. എല്ലാവരുടെ അമ്മമാരെയും സേഫായി മേലെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൈ പിടിച്ച് കയറ്റുന്നത്. ഞങ്ങൾ മേലെ കയറിയതും അവിടെ കിഡ്സിൻ്റെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചൂസിന് അതിൽ കയറണം എന്നായി. പിന്നെ അവളിനെ ഒറ്റയ്ക്ക് അതിൽ കയറ്റാൻ പറ്റില്ല, ഒരാൾ കൂടി കയറണം എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ കയറിയത്. ആദ്യം അവളൊരു സൈലൻ്റ് ആയിരുന്നു, പിന്നെ ആൾ ഫുൾ ആക്റ്റീവായി. ഫസ്റ്റ് ഇച്ചൂസ് എന്താ അതിൽ ചെയ്യേണ്ടതെന്ന് അറിയാതെ സ്റ്റക്കായിരുന്നു. പിന്നെ ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയി ആൾ ഫുൾ എൻജോയ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സ്നോ വേൾഡിലേക്ക് പോയി. അവിടെ പെർ പേഴ്സൺ 300 ഓർ 350 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ എല്ലാവരും ഡ്രസ്സ്, ഷൂ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഫൈനലി എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഫസ്റ്റ് ഡ്രസ്സ് ചെയ്യാൻ നോക്കിയത് ഇച്ചൂസിനായിരുന്നു. ഇച്ചൂസിന് പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ആൾക്ക് വലിയ ഡ്രസ്സായിരുന്നു. അവളുടെ സൈസിൻ്റെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അവളുടെ സൈസിന് ഷൂ വരെ ഇല്ലായിരുന്നു. പിന്നെ വലിയൊരു ഷൂ ഒക്കെ കയറ്റി ഇടാൻ നോക്കി ഞങ്ങൾ. ഗ്ലൗസ് ആക്ച്വലി ഭയങ്കര വലുതാണ്, അവൾക്കത് എവിടെയും പറ്റില്ലായിരുന്നു. എന്നാലും അവൾ അതൊക്കെ ഇട്ട് നിന്നു. ഇച്ചൂസിൻ്റെ വല്യമ്മ ഇച്ചൂസിനോട് ക്ലാപ്പ് ചെയ്യാനൊക്കെ പറയണ്ടായിരുന്നു. എവിടെ അവൾ അതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. അവളുടെ കയ്യിൽ എന്താണ് ഇട്ടതെന്ന് അവൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി. പിന്നെ അതിൻ്റെ അകത്തേക്ക് പോയി. ഈ മാമ്മമാർക്കൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇച്ചൂസിന് പിന്നെ അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആൾക്കൊരു തണുപ്പും ഫീൽ ചെയ്യുന്നില്ല. ആളെല്ലാം റിമൂവ് ചെയ്തിട്ടായിരുന്നു നടക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ടാണ് അതൊന്ന് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തത്. പിന്നെ അവിടെ കുറേ പ്ലേ ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം ഞങ്ങളൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു. ഇച്ചൂസ് പിന്നെ അതൊന്നും മൈൻഡ് ആക്കുന്നില്ലായിരുന്നു. നിങ്ങൾ കളിച്ചോ, ഞാൻ വേറെ കളിച്ചോളാം എന്നുള്ള ഭാവത്തിലായിരുന്നു ഇച്ചൂസ്. ഇച്ചൂസിന് പിന്നെ ഗ്ലൗസും ഷൂ ഒന്നും വേണ്ട, ഇതൊക്കെ അമ്മ പിടിച്ചോ, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്നുള്ള ഭാവത്തിലായിരുന്നു അവള് പിന്നെ അതൊക്കെ അഴിച്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് അമ്മ ഇത് പിടിച്ചോ, ഞാൻ ഒറ്റയ്ക്ക് ഓടുമെന്നും പറഞ്ഞ് അവൾ ഓടാൻ അങ്ങോട്ട് തുടങ്ങി. പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്ക് വീഡിയോ ഫോട്ടോസൊക്കെ മസ്റ്റാണ്. സോ ഞങ്ങൾ എല്ലാവരും കൂടി റീൽ എടുക്കുകയാണ്. അപ്പോഴത്തേക്കും വല്യച്ഛന്മാരും വല്യമ്മമാരൊക്കെ കുറേ പേരൊക്കെ ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ കളിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇച്ചൂസ് പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവൾക്ക് ആ തണുപ്പൊന്നും ഒരു ബാധകമല്ലാത്ത പോലെയാണ് അവൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെയുള്ള പ്ലേ ഏരിയയിലേക്ക് പോയി. അവിടെ പിന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇച്ചൂസ് എന്തോ ഒരു ഗെയിം കളിച്ചതിൻ്റെ ടിക്കറ്റാണ് കേട്ടോ കളക്ട് ചെയ്യുന്നത്. അവൾ എന്തായാലും നല്ലപോലെ ഹാപ്പിയായി. ബീച്ച് പോലാമാ, എങ്ക പോലാമാ. ഇച്ചൂസിനെ എല്ലാവരും കൂടി തമിഴ് പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോയ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ് പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.